സഭയുടെ പിതാവ് തലവനുമായ റാഫേൽ തട്ടിൽ പിതാവേ, ടോണി പിതാവേ, മോൺസിഞ്ഞോർ പാസ്കൽ ഗാർണിഷ് and the team from Over the Orient, ജനറാളിച്ചന്മാരെ, ആർച്ച് പ്രീസ്റ്റ്, പാസ്കൽ കൗൺസിൽ സെക്രട്ടറി, പിന്നെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും 28ാം പാലിയൂർ മഹാതീർത്ഥാടനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിൽ ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ പാലിയൂർ മഹാതീർത്ഥാടനത്തിന്റെ പ്രത്യേകതയും പശ്ചാത്തലവും ഒന്ന്, ഇത് 2025 ജൂബിലി വർഷത്തിന്റെ പ്രത്യാശയോടെയുള്ള തീർത്ഥാടനമാണ്. 2, സീറോ മലബാർ സഭ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന 2026 സമുദായ ശാക്തീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കമായി നടത്തുന്ന തീർത്ഥാടനമാണ്. 3, തോമാസ് ലീഹായുടെ മധ്യസ്ഥയിൽ അതിരൂപത മുഴുവനായി ഈ ഭാരത ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായ പാലിയൂരിലേക്ക് നടത്തുന്ന ജനത്തിന്റെ ഒരു തീർത്ഥാടനമാണ്. പാലിയൂരിലേക്കുള്ള ഒന്നാമത്തെ തീർത്ഥാടകൻ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഒന്നാമത്തെ തീർത്ഥാടകൻ തോമസ് ലീഹയാണ്. യേശു മനുഷ്യരോടുള്ള സ്നേഹത്താൽ തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തന്റെ ഏകജാതനെ നമുക്ക് ഭൂമിയിലേക്ക് സ്നേഹത്താൽ നൽകിയെങ്കിൽ ആ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് യേശു തീർത്ഥാടനമായി വന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ജെറൂസലമിലേക്ക് തീർത്ഥാടനമായി പോയി. അവിടുന്ന് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ ഭവനത്തിലേക്ക് തീർത്ഥാടനമുണ്ടായി. പ്രത്യാശയുടെ തീർത്ഥാടകരുടെ പശ്ചാത്തലം ഇതാണ്. സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗോന്മുഖമായി നടത്തുന്ന തീർത്ഥാടനം. ആ യേശു ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി, മാർക്കോസിന്റെ സുവിശേഷം 16:15, മത്തായി 28:19-20 പറഞ്ഞതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ആ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് തോമാസ് ലീഹ ഭാരതത്തിലെത്തി. കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി തന്റെ ആദ്യത്തെ പ്രേക്ഷിത മേഖലയായി ഈ പാലിയൂരിലേക്ക് തീർത്ഥാടനം നടത്തി. അതുകൊണ്ട് ഒന്നാമത്തെ തീർത്ഥാടകൻ തോമാസ് ലീഹയാണ്. ആ തോമാസ് ലീഹയാണ് ഈ തീർത്ഥാടനത്തിന്റെ വേളയിൽ നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത്, മധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. അതേ തുടർന്ന് AD 72 മൈലാപ്പൂരിലെ വീരരക്തസാക്ഷിത്വത്തെ തുടർന്ന് മാർത്തോമാ ക്രിസ്ത്യാനികൾ മൈലാപ്പൂരിലേക്ക്, പാലിയൂരിലേക്ക്, കൊടുങ്ങല്ലൂരിലേക്ക്, മലയാറ്റൂരിലേക്കൊക്കെ കാലാകാലങ്ങളായി തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട്. വത്തിക്കാൻ സുനോദോസിലെ തിരുസഭ എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ 48ാം ഖണ്ഡികയിൽ സഭ തന്നെ തീർത്ഥാടകയാണ്. തീർത്ഥാടകരല്ലാതെ ഈ ഭൂമിയിൽ ആരും ജീവിക്കുന്നില്ല. സഭ തീർത്ഥാടക സഭയാണ്. ആ തീർത്ഥാടക സഭയില് നമ്മൾ പുരാതന കാലം മുതൽ തന്നെ പാലിയൂരിലേക്ക് വന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റോമിലെ പരിശുദ്ധ പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്താൽ അല്ലെങ്കിൽ അനുവാദത്താൽ ഈ പാലിയൂരിലേക്ക് തീർത്ഥാടനം നടത്തുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ കൽപ്പിച്ചരുളിയിട്ടുണ്ട്. 28 വർഷങ്ങൾക്ക് മുമ്പ് തൂങ്കുഴി പിതാവ് പാലയിൽ നിന്ന് തുടങ്ങി തലശ്ശേരിയിലെത്തി, തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടി മെത്രാനായി, അവിടെ നിന്ന് വീണ്ടും താമരശ്ശേരി വന്ന്, അവിടെ നിന്ന് 1997 തൃശ്ശൂരിൽ വന്നപ്പോൾ പിതാവിന് തൃശ്ശൂരിലേക്ക് സന്തോഷത്തോടെ വരാനുള്ള ഒരു പ്രചോദന ശക്തി തോമാസ് ലീഹായുടെ ഈ ആദ്യത്തെ പ്രേക്ഷിത മേഖലയായ പാലിയൂരും കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണല്ലോ തൃശ്ശൂർ എന്നതുകൊണ്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പിതാവ് വന്ന് പറഞ്ഞു, ഈ പാലിയൂരിലേക്ക് എനിക്ക് തീർത്ഥാടനം നടത്താം. അത് അന്നത്തെ കോളേജ് ഓഫ് കൺസൾട്ടേഴ്സിൽ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, 28 വർഷങ്ങൾക്ക് മുമ്പ് അത് നമുക്കൊരു മഹാതീർത്ഥാടനമായി തന്നെ നടത്താം. അങ്ങനെ ഇന്ന് മഹാതീർത്ഥാടനം 28 വർഷങ്ങൾക്ക് മുമ്പ്
തൂങ്കുഴി പിതാവിന്റെ നിർദ്ദേശത്താൽ തൃശ്ശൂർ രൂപതയിൽ ആരംഭിച്ചപ്പോൾ ആ തൂങ്കുഴി പിതാവിനെ ഇന്ന് വളരെ നന്ദിയോടെ തന്നെ, ഒരു നല്ല കയ്യടിയോടെ തന്നെ നമുക്ക് ഈ തൂങ്കുഴി പിതാവിനെ ഓർക്കാം. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ദേ നോക്കുകയാണ്, പാവർട്ടിയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ വിവിധ മേഖലകളിൽ നിന്ന് പാലൂരിലേക്ക് മുഴുവൻ രാത്രിയിൽ തന്നെ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് 5 മണി മുതൽ ഇങ്ങനെ ജനങ്ങൾ ഒഴുകുകയായിരുന്നു. അത്രമാത്രം ജനങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ 28 മഹാതീർത്ഥാടനം വിജയമാകാൻ ഇവിടെ പങ്കെടുത്ത ഓരോരുത്തര്, ഇതിന് നേതൃത്വം കൊടുത്ത ജെയ്സൺ അച്ഛന്റെ, ഡേവിസ് അച്ഛന്റെ നേതൃത്വത്തിൽ ഉള്ള വിവിധ കമ്മിറ്റി അംഗങ്ങളെ ഞാൻ എല്ലാവരെയും തന്നെ, ഞാൻ ഒരാൾ വിട്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് പൊതുവായി പറയുകയാണ്, ഈ തീർത്ഥാടനം 28ാം മഹാതീർത്ഥാടനം ഗംഭീര വിജയമാക്കാൻ 14 സ്ഥലത്തെ ആ ടാബ്ലോകള് അതെല്ലാം ഞാൻ പലതും കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോ ഇന്നത്തെ വളരെ ചിട്ടയോടുകൂടി തന്നെ ഈ തീർത്ഥാടനം സംഘടിപ്പിച്ചു. അതുകൊണ്ട് സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ ഒരാളെയും പ്രത്യേകിച്ച് പറയാതെ, ഒരാളെയും വിട്ടുപോകാൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത് വിവിധ ഇടവകളിൽ നിന്നുള്ള വികാരിമാര്, കൈക്കാരന്മാര്, പലയിടങ്ങളിൽ വന്നിട്ടുള്ള എല്ലാവരെയും, ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും പ്രത്യേകമായ വിധത്തിൽ അനുമോദിക്കാൻ, നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണം, അനുമോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തീർത്ഥാടനത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ സ്വന്തം മകൻ തീർത്ഥാടനമായിട്ട് പാലൂർക്ക് വന്നിരിക്കുക, തൃശ്ശൂരിന്റെ പുത്രൻ. അതുകൊണ്ട് തോമസ് ലീഹായുടെ മധ്യസ്ഥതയിൽ ഞങ്ങളൊക്കെ കൂടിയുണ്ട്, സഭയുടെ പിതാവും തലവനുമായ റാഫേൽ പിതാവെ എന്ന ഈ അവസരത്തില് റാഫേൽ പിതാവിനെ നോക്കി നല്ലൊരു കയ്യടിയോടെ നമുക്ക് നന്ദിയോടെ തന്നെ തീർത്ഥാടകനായിട്ട് പറയാം. We are so happy that we have pilgrimage from Paris also. Oriental team angangal. So we are so happy that pilgrimage, that there are some pilgrims from Paris, and we welcome you and we thank you for having come over here to the footsteps of Saint Thomas the Apostle, and hearty welcome and thanks to all of you, the 5 delegates from Paris, from the Orient. നമ്മൾ ഈ തീർത്ഥാടനം സാമുദായിക ശാക്തീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ്, പ്രത്യാശയോടെയാണ് നമ്മൾ നോക്കുന്നത്. കുരിശുകളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഒക്കെ ഉണ്ട്. എപ്പോഴാണ് സഭയുടെ തീർത്ഥാടനം പ്രത്യാശയോടെയാകുക? എത്ര പ്രതിസന്ധി വന്നാലും യേശുവിന്റെ പീഡാസഹനത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞു, എനിക്ക് ജെറൂസലത്ത് പോകണം, പീഡകൾ സഹിക്കണം, മരിക്കണം, എന്നാൽ മനുഷ്യൻ രക്ഷിക്കാൻ ഉത്ഥാനം ചെയ്യണം. ഈ ചിന്തയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സീറോ മലബാർ സഭ തട്ടിപ്പിതാവിന്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന സമുദായം, ഏറ്റവും അധികം അധോഗതിയിലേക്ക് പോകുന്ന സമുദായം സീറോ മലബാർ സമുദായമാണ്. അതുകൊണ്ട് സമുദായ ശാക്തീകരണം ആവശ്യമാണ്. കത്തോലിക്ക കോൺഗ്രസിന് സമുദായ സംഘടനയായി മാറ്റേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതറിയാം, ഇന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളില്, അത് ജബൽപൂരിൽ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായപ്പോൾ, ഒഡീഷയിൽ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായപ്പോൾ, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ പലതരത്തിലും ഇന്ന് വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, പലതരത്തിലും ഈ സമുദായം പലതരത്തിലുള്ള വിവേചനങ്ങളും ഒപ്പം ആക്രമണങ്ങളും നേരിടുന്ന അവസരത്തില് ഞങ്ങൾ അത് കരുതി പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. യേശു തന്ന പ്രത്യാശയുണ്ട്. യേശു നമുക്ക് തരുന്ന പ്രതീക്ഷയിൽ എത്ര വന്നാലും ദൈവം പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ തീർത്ഥാടക സമൂഹം ഞങ്ങളെ ഇന്ത്യയിൽ എവിടെ നിന്ന് ഏത് തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടായാലും, അത് വൈദികരെ, തൃശ്ശൂർക്കാരനെ അച്ഛനെ പീഡിപ്പിച്ചാലും, വേറെ അച്ഛനെ വലിച്ചഴിച്ചാലും, ഞങ്ങൾക്കെതിരെ ഈ ന്യൂനപക്ഷമായ നമുക്ക് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, മുന്നോട്ട് പോകും. അതുകൊണ്ട് സാമുദായിക ശാക്തീകരണ വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരുക്കത്തിൽ നമ്മൾ ഈ തീർത്ഥാടനത്തിൽ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായ പാലൂരിൽ വെച്ച് നമ്മൾ പ്രതിജ്ഞയെടുക്കുകയാണ്. സീറോ മലബാർ സമുദായമായ നമ്മൾ, കത്തോലിക്ക സമുദായമായ നമ്മൾ, ക്രൈസ്തവരായ നമ്മൾ ഭാരതത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി, സമൂഹ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി താരതമ്യേന ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഈ സമൂഹം എന്നും ഉറച്ചു നിൽക്കും, രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കും, ക്രിസ്തുവിന്
വേണ്ടി നിൽക്കും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഇന്ന് ഈ തീർത്ഥാടന വേളയില് ഞങ്ങൾ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രതിജ്ഞ നടത്തുമ്പോൾ ഈ പ്രതിജ്ഞ എല്ലാവരുടെയും മുമ്പിൽ ഉറക്കെ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, സമുദായ ശാക്തീകരണത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമെങ്കിൽ, തോമാസ് ശ്ലീഹായി സാക്ഷി നിർത്തി എല്ലാവരും ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമെന്നും രാഷ്ട്രത്തോട് വിശ്വസ്തരായിരിക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കൊന്ന് നല്ലൊരു കയ്യടി കൊടുക്കാമോ? നമ്മൾ ഒരുമിച്ചാണ് കയ്യടി. ഇതൊന്നും ചെറുതൊന്നും പോരാ, നന്നായി തന്നെ ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഭാരതത്തിലെ ക്രൈസ്തവരായ 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവരായി നമ്മൾ തോമാസ് ശ്ലീഹ കൊണ്ടുവന്ന വിശ്വാസം അപങ്കുരം കാത്തു സൂക്ഷിക്കുമെന്നും അത് ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കനുസരിച്ച് പകർന്നു കൊടുക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ സമ്മേളനത്തിൽ തുടർന്നും പങ്കുചേരാം. തോമാസ് ശ്ലീഹായുടെ മധ്യസ്ഥ വഴി ദൈവം നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.